കുറ്റ്യാടി മണ്ഡലത്തിലെ കുറ്റ്യാടി ബൈപ്പാസ് കുട്ടോ തട്ടക്കുണ്ട് കടവ് റോഡ് 7 വർഷമായി കിഫ്ബി അനുവദിച്ചിട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലുള്ള കാലതാമസമാണ് പ്രവൃത്തി തുടങ്ങാൻ കഴിയാത്തത്. വടകര കുറ്റ്യാടി നാദാപുരം റോഡുകൾ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് 12 മീറ്റർ ഫ്രീ സറണ്ടർ നൽകേണ്ടതാണ്. റോഡ് കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രധാന തടസ്സം സർവേയർമാരുടെ അപര്യാപ്തതയാണ്. അതുപോലെ കേരളത്തിലെ തന്നെ മലയോര മേഖല ഉൾക്കൊള്ളുന്നതും ഏറ്റവും വിസ്തീർണം കൂടുതലുള്ളതുമായ 2 താലൂക്കുകളാണ് കൊയിലാണ്ടിയും വടകരയും. ഈ താലൂക്കുകളിൽ ഒരു താലൂക്ക് സർവേയർമാർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മലയോര മേഖലകളിലെ അതിർത്തി പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയും കോടതികളുടെ നിർദ്ദേശം പരിഹരിക്കുന്നതിന് വേണ്ടിയുമെല്ലാം തന്നെ ഒരു സർവേയറെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് വളരെ അടിയന്തരമായി താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും സർവേയർമാരെ നിയമിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നോട്ടിഫിക്കേഷൻ നീണ്ടുപോകുന്നതിൻ്റെ ഫലമായി സർക്കാരിനുണ്ടാകുന്ന നഷ്ടം അതിഭീകരമാണ് എന്ന പ്രശ്നവും മറ്റൊരു ഭാഗത്തുണ്ട്. 1/3 തസ്തികകൾ കോഴിക്കോട് ജില്ലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ മുഴുവനും സ്ഥിരം നിയമനം നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപ്തിക്കനുസരിച്ച് അനുയോജ്യമായ രൂപത്തിൽ സർവേയർമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ കുട്ടോത്ത് അട്ടക്കുണ്ട് റോഡ് വികസനത്തിന് വേണ്ടി 6.0190 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് അർത്ഥന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ LAR ആക്ട് പ്രകാരം സ്ഥലമേറ്റെടുക്കൽ നടപടി സ്വീകരിച്ചിട്ടുള്ളതും സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്മേൽ വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുള്ളതും സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്കായി മുന്നോട്ട് പോകുന്നതിലെ ആക്ടിലെ സബ്സെക്ഷൻ 2(8) പ്രകാരം അനുമതി നൽകിയിട്ടുള്ളതുമാണ്. സാർ, തുടർന്ന് 11.1 വിജ്ഞാപനം 9/11/2023 281/2023 റവന്യൂ പ്രകാരം പുറപ്പെടുവിച്ച് 9/11/2023 3622 നമ്പർ കേരള അസാധാരണ ഗസറ്റായി പ്രസിദ്ധീകരിച്ചിട്ടുമുള്ളതാണ്. നിലവിൽ കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് പ്രവൃത്തി ചെയ്യുന്നത് കൊയിലാണ്ടി LA ജനറൽ ഓഫീസിൽ നിന്നാണ്. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു സർവേയറുടെ ഒഴിവ് പ്രസ്തുത ഓഫീസിലുള്ളതിൽ 19/12/2023 ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ സർവേയറെ നിയമിച്ചിട്ടുള്ളതും പ്രസ്തുത റോഡ് പ്രവൃത്തിയുടെ LA സബ് ഡിവിഷൻ ആരംഭിച്ചിട്ടുള്ളതുമാണ്. സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടപരിഹാര തുക അർത്ഥനാധികാരി കെട്ടിവെക്കുന്ന മുറയ്ക്ക് 19/1 പ്രഖ്യാപനം പുറപ്പെടുവിച്ച് അവാർഡ് പാസാക്കി സ്ഥലം സമയബന്ധിതമായി അർത്ഥനാധികാരിക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സാർ, കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ 159.806 ഹെക്ടർ ഭൂമി കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അർത്ഥന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതും സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്മേൽ വിദഗ്ധ സമിതി രൂപീകരിച്ച് സ്ഥലമേറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. തുടർന്ന് 11 വിജ്ഞാപനം 12/1/2023 തീയതിയിലെ 7/2003 റവന്യൂ പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ളതും 12/1/2023 അസാധാരണ ഗസറ്റിൽ നമ്പർ 132 പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ്. നിലവിൽ കുറ്റ്യാടി ബൈപ്പാസ് ജോലിയുടെ LA സബ് ഡിവിഷൻ ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും DVS അംഗീകരിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലുമാണ്. സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്കായി ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടപരിഹാര തുക അർത്ഥനാധികാരി കെട്ടിവെക്കുന്ന മുറയ്ക്ക് 19/1 പ്രഖ്യാപനം പുറപ്പെടുവിച്ച് അവാർഡ് പാസാക്കി സ്ഥലം അർത്ഥനാധികാരിക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിലെ കയ്യേറ്റം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വടകര താലൂക്ക് ഓഫീസിലെ സർവേയർമാർ ആരംഭിച്ചിട്ടുള്ളതും അതിൽ 18 കിലോമീറ്റർ ഉള്ളതിൽ 6.5 കിലോമീറ്റർ ജോലി പൂർത്തീകരിച്ചിട്ടുള്ളതുമാകുന്നു. നിലവിൽ വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ ഒരു താലൂക്ക് സർവേ തസ്തിക മാത്രമാണ് നിലവിലുള്ളതെങ്കിലും റീസർവേ ഓഫീസുകളിൽ നിന്നും LRM, സ്പെഷ്യൽ സർവേ എന്നീ ജോലികൾക്കായി 3 സർവേയർമാർ വീതം ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ നിയമിച്ചിട്ടുള്ളതാണ്. ആയതിൽ ഒരാൾ സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ തുടർന്ന് വിടുതൽ ചെയ്തു പോയിട്ടുള്ളതാണ്. നിലവിൽ വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ 3 പേർ വീതമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിലവിൽ ആകെ 24 സർവേയർ തസ്തികകളാണ് നിലവിലുള്ളത്. സർവേയർമാരുടെ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തതിനാൽ അതിൽ 8 തസ്തികകൾ ഒഴിവുള്ളതാണ്. ഒഴിവുള്ള തസ്തികകളിലേക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്ത് 4 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഡിജിറ്റൽ റീസർവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിൽ റീസർവേ ഓഫീസുകളിൽ നിന്ന് കൂടുതൽ സർവേയർമാരെ ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എങ്കിൽ പോലും
നിലവിൽ റീസർവേ ഓഫീസുകളിൽ നിന്ന് LRM LA സ്പെഷ്യൽ ജോലികൾക്കായി 13 സർവേയർമാരെ ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ എടുത്തുകൊണ്ട് ജോലി പുരോഗതിയിൽ വിലയിരുത്തിയ ശേഷം ജോലി കുറവുള്ള ഓഫീസുകളിൽ നിന്ന് കൂടുതലുള്ള ഓഫീസുകളിലേക്ക് ജോലികളുടെ മുൻഗണന പരിശോധിച്ചുകൊണ്ട് ക്രമീകരണങ്ങൾ നടന്നു വരുന്നുണ്ട്. സാർ, ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ കിഫ്ബി പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ വ്യാപകമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വരികയും ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ സർവേയർമാരുടെ ചില പ്രയാസങ്ങളുണ്ട്. ക്രമീകരണ വ്യവസ്ഥയിലൂടെ അത് മറികടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. താൽക്കാലികമായ ഒഴിവുകൾ ലിസ്റ്റ് നിലവിൽ വന്നാൽ, സ്ഥിരമായ ഒഴിവുകൾ ലിസ്റ്റ് നിലവിൽ വന്നാൽ വയ്ക്കാവുന്നതും അതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഉപയോഗിക്കാവുന്നതുമാണ്. അങ്ങ് പറഞ്ഞ കാര്യം ഗൗരവമായി സർക്കാർ പരിശോധിക്കും.